യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മാനസിക രോഗികളുടെ ഒരു സെൻ്ററുണ്ട് ഞങ്ങൾക്ക്. ഓണത്തിന് മത്സരം, പല സ്പോർട്സും ഒക്കെ അവിടെ വെച്ചു. ഓട്ട മത്സരത്തിന് 25ഓളം പേര് തന്നു. എല്ലാവരും ലൈൻ നിന്നു, 25 പേര് ലൈൻ നിന്നു. മൂന്നാമത് ബിസിലടിക്കുമ്പോൾ ഓടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് ബിസിലടിച്ചു, 25 പേര് ഓടി. കുറേ പേര് ഓടിയത് പുറകോട്ടായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ പുറകോട്ട് ഓടിയ ചില ആളുകൾ ഓട്ടത്തിൽ വളരെ മിടുക്കരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലക്ഷ്യം തെറ്റിപ്പോയി. ലക്ഷ്യമില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും തിരുത്താൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെയും അത് ആ ലക്ഷ്യബോധം ഉണ്ടാകുന്നത് യേശുക്രിസ്തുമായുള്ള ബന്ധത്തിൽ നിന്നാണ്. ഒരു ബന്ധത്തിന് മാത്രമേ ലക്ഷ്യം തരാനായിട്ട് കഴിയൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് സമർപ്പണ ജീവിതം നയിക്കുന്ന നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നത്. ഇതാ, നമ്മൾ യേശുവിന് സമർപ്പിച്ചിരിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി മുഴുവനും യേശുവിലേക്ക് നോക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്ന കമ്മ്യൂണിറ്റിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കമ്മ്യൂണിറ്റി ഇതാ ദൈവത്തിൽ നിന്നാണ് സംതൃപ്തിയും സന്തോഷവും അന്വേഷിക്കുന്നത്, വ്യക്തികളിൽ നിന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തിക്കും നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം അതിനാൽ ഇതാ ഒരിക്കലും പൊട്ടാത്ത ഒരു ബന്ധം കൊണ്ട് ഈശോ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാം നമുക്ക് നഷ്ടപ്പെടാം, പക്ഷേ യേശു ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല. ആ യേശുവിനെയാണ് നാം അന്വേഷിക്കേണ്ടത്. ആ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളു മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. നാം അറിഞ്ഞാലും അറിഞ്ഞില്ലേലും അവൻ നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യാക്കോബ് മരുഭൂമിയിൽ കല്ല് തലവണിയായി വെച്ച് കിടക്കുമ്പോൾ യാക്കോബ് കണ്ട ഗോവണി നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. നേരം വെളുത്തെഴുന്നേറ്റ് യാക്കോബ് പറഞ്ഞു, സത്യമായും ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്, സത്യമായും ദൈവം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവനും. അതുകൊണ്ട് ഈ യേശുവിനെ നാം വിളിക്കാൻ തുടങ്ങുമ്പോൾ ഈ ബന്ധം നമ്മൾ ഏറ്റുപറയും തോറും ഈ പ്രസൻസ് നമ്മളിൽ ഇതാ പ്രവഹിക്കാൻ തുടങ്ങും. അവൻ്റെ ശക്തിവിശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. യേശുവേ എന്ന വിളിയിലൂടെ ആ ബന്ധത്തെ നാം ഊട്ടിയുറപ്പിക്കുകയും ആ ബന്ധം നമ്മുടെ ജീവിതത്തിന് ദിശാബോധം തരികയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ ദാനങ്ങളിലേക്ക് നോക്കി, അവ നഷ്ടപ്പെട്ടതിൻ്റെ വിടവിലേക്ക് നോക്കി, അതുണ്ടാക്കി ശൂന്യതയിലേക്ക് നോക്കി വേദനിക്കുകയും അത് നമ്മളെ ഒരു ഏകാന്തതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക, ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ
ഒരുവൻ നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. ദാനങ്ങൾ അകന്നു പോകുമ്പോൾ യേശു നമ്മുടെ അടുക്കലേക്ക് നടന്നു വരികയാണ്. കൂടുതൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ കടന്നു വരികയാണ്. നമ്മുടെ ഉള്ളിലെ ശൂന്യതയെ മുഴുവനും യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയണം. നമ്മുടെ കുറവുകൾ എല്ലാം അവൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുവാനുള്ള വേദിയാണ്. ഓരോ പ്രാവശ്യവും നാം യേശുവിന് അനുകൂലമായ തീരുമാനമെടുക്കുന്നത് വഴി നമ്മൾ ബന്ധങ്ങളിൽ വളരുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകളടച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില കുറവുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില ശൂന്യതകളുണ്ട്. ചിലതിൻ്റെ എല്ലാം അഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലതിൻ്റെ എല്ലാം നഷ്ടമുണ്ടാക്കിയ ഒരു വിടവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ വിടവിലേക്ക് നാം യേശുവിനെ സ്വീകരിക്കണം. കർത്താവ് ഏതെങ്കിലും ദാനങ്ങൾ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നത് അതിനേക്കാൾ നല്ലത് നമ്മുടെ കയ്യിലേക്ക് വയ്ക്കുവാൻ വേണ്ടിയാണ്. അവിടെ തരാൻ പോകുന്ന ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ലതിന് എതിരാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ലതിന് എതിരാണ്, നല്ലതിന് തടസ്സമാണ്. ഇതാ അവിടെ നമുക്ക് തരാൻ പോകുന്ന ഏറ്റവും നല്ലത്. അതിനാൽ കർത്താവ് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഓരോ നല്ലതും ഏറ്റവും നല്ലത് നമ്മുടെ കയ്യിലേക്ക് വയ്ക്കുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ തന്നെ കടന്നു വരുന്നു. യേശു തന്നെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. എത്രമാത്രം അവൻ നമുക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഈശോ അവകാശപ്പെട്ട അവൻ്റെ അവകാശത്തെ നാം അറിയുക. നമ്മുടെ ഓരോ ആ കുറവുകളുടെയും മേഖലയിൽ നിന്നുകൊണ്ട് യേശുവിനെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സ്വീകരിക്കുക. വഴിയായി, സത്യമായി, ജീവനായി യേശുവിനെ സ്വീകരിക്കുക. അവരുടെ സാന്നിധ്യമിതാ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് പ്രകാശമായി, ജീവനായി, ശക്തിയായി ഇറങ്ങി വരുന്നത് അനുഭവിച്ചറിയുക. ക്രിസ്തുവിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ വളരട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ, തൻ്റെ ഏകപുത്രനായ യേശുവിനെ നൽകിക്കൊണ്ട് എന്നെ സ്നേഹിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരിക്കലും പൊട്ടാത്ത ബന്ധമേ, നിത്യമായ സ്നേഹമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈശോ കടന്നു വന്ന് നമ്മുടെ ഭരണകർത്താവ് നാഥനുമാകാൻ ആഗ്രഹിക്കുന്നു. അവന് സാന്നിധ്യം വന്ന്
നിറയുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് നാം ഏറ്റുപറയുമ്പോൾ അവൻ്റെ നാമം നാം ഏറ്റുപറയുകയാണ്. യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ പൈശാചശക്തികൾ ഞെട്ടിപ്പറയ്ക്കുന്നു. എല്ലാ ജീവജാലങ്ങളും മുട്ടുമേ നിൽക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ നാമം ഏറ്റുപറയുക എന്ന് പറയുമ്പോൾ നാം യേശുവിന് വേണ്ടി ദാഹിക്കുന്നവരും എല്ലാത്തിൻ്റെയും ഭരണാധികാരിയും ഉടമസ്ഥനും നാഥനുമായി നമ്മൾ അവിടുത്തെ കണ്ടുകൊണ്ട് അവിടുത്തെ വിളിക്കുന്നവരുമായി മാറേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലെ ആഗ്രഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗഖ്യം കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ നാം യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, എനിക്ക് സൗഖ്യം യേശുവാണ്, എനിക്ക് വേണ്ടത് യേശുവിനെയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുറവുകളും ക്രിസ്തുവിന് വേണ്ടിയുള്ള ദാഹമായി നമ്മുടെ ജീവിതത്തിൽ മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ പറഞ്ഞില്ലേ, ഞാനാണ് വഴിയെ. അപ്പോൾ ഈ ചാലക്കുടി കവലയെ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഡിവൈയിലേക്ക് പോകുന്ന വഴി എങ്ങനെയാണ്? ഒരാൾ കടന്നു വന്നിട്ട് പറയുകയാണ്, അത് വന്ന വഴിക്ക് തന്നെ മുന്നോട്ട് നടക്കുക, അത് കഴിയുമ്പോൾ ഒരു പാലം കാണും, അത് കഴിയുമ്പോൾ ഒരു വളവായിരിക്കും, അത് കഴിയുമ്പോൾ ഒരു കെട്ടിട സമുച്ചയം കാണും, അതാണ് ഡിവൈൻ എന്ന് പറഞ്ഞാൽ ഉടനെ ആ വ്യക്തിക്ക് വീണ്ടും ഒത്തിരി ചോദ്യങ്ങൾ കാണും. ഈ പാലം എന്ന് പറഞ്ഞാൽ ഒത്തിരി നീളമുള്ള പാലമാണോ, എങ്ങനെയാണ്, അങ്ങനെയാണ് എന്നെല്ലാം ഉണ്ടാകും. എന്നാൽ വേറൊരാൾ പറയുകയാണ്, ഞാൻ ആ ഡിവൈനിലുള്ള ആളാണ്, എൻ്റെ കൂടെ വന്നാൽ മതി. രണ്ടാമത്തെ ആൾ വഴിയൊന്നും പറഞ്ഞില്ല, അയാൾ പറഞ്ഞു ഞാനാണ് വഴിയെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനാണ് വഴി, അതാണ് അയാൾ പറഞ്ഞത്. ഹല്ലേലൂയ. ഈശോയാണ് വഴിയെ. അപ്പം നമ്മുടെ ഉള്ളിലെ ദാഹം ക്രിസ്തുവിന് വേണ്ടിയുള്ള ദാഹമായി മാറും. സൗഖ്യത്തിന് വേണ്ടിയുള്ള ദാഹം യേശുവിന് വേണ്ടിയുള്ള ദാഹമായി മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കുറവുകളും തന്നെ യേശുവിന് വേണ്ടിയുള്ള ദാഹമായി മാറണം. അവൻ്റെ നാമം ഏറ്റുപറയുന്നത് വഴി അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അങ്ങനെ നാമം ഏറ്റുപറയുമ്പോൾ അവൻ്റെ ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാ കുറവുകളിലേക്കും നമ്മുടെ എല്ലാ ശൂന്യതയിലേക്കും ഇതാ ഈശോ ഇറങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. കുറേ നാളുകൾക്ക് മുമ്പേ ഞാൻ വായിച്ച ഒരു കഥ ഇങ്ങനെയാണ്. ഒരു കൊച്ചു വീട്, ആ വീട്ടിലെ ഒരു കൊച്ചുകുട്ടി സന്ധ്യയായിട്ടും നേരം ഒത്തിരി വൈകിട്ടും ആ കൊച്ച് കളിക്കോപ്പ് കൊണ്ട് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ അപ്പൻ ആ കൊച്ചിനോട് പറഞ്ഞു, മോനെ, ഉറങ്ങേണ്ട സമയമെല്ലാം കഴിഞ്ഞ് നീ പോയി കിടക്കൂ, കളി നിർത്തൂ എന്ന്. പക്ഷേ അവൻ മൈൻഡ് ചെയ്തില്ല. അവൻ വീണ്ടും കളി തുടങ്ങി. വീണ്ടും അപ്പൻ പറഞ്ഞു, നിന്നോടല്ലേ പറഞ്ഞു പോയി കിടക്കുക, സമയം ഒത്തിരി വൈകിയിരിക്കുന്നു എന്ന്. അവൻ മൈൻഡ് ചെയ്തില്ല, അവൻ കളിക്കുകയാണ്.
അപ്പോൾ അവൻ്റെ അപ്പൻ പറഞ്ഞു, ഞാൻ 2-3 പ്രാവശ്യം നിന്നോട് പോയി കിടക്കാൻ പറഞ്ഞു, നീ കേട്ടില്ല. അതുകൊണ്ട് നിനക്ക് നീ എല്ലാ ദിവസവും കിടക്കാൻ പോകുമ്പോൾ ഞാൻ തരാറുള്ള ഉമ്മ ഇന്ന് ഞാൻ തരികയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അല്പം കഴിഞ്ഞപ്പോൾ അവൻ ഉടനെ എഴുന്നേറ്റ് പോയി കിടന്നു. അപ്പൻ എല്ലാ ദിവസവും അവന് കൊടുക്കാറുള്ള ഉമ്മ കൊടുത്തില്ല. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴേക്കും അപ്പൻ്റെ മനസ്സിൽ ഭയങ്കരമായ വേദന, മകന് ഉമ്മ കൊടുത്തില്ലല്ലോ എന്ന വേദന. പക്ഷെ എന്നാലും അപ്പൻ പറഞ്ഞല്ലോ, നിനക്ക് ഞാൻ ഇന്ന് തരികയില്ല എന്ന്. അതുകൊണ്ട് അപ്പന് തോൽക്കാൻ മനസ്സില്ല. അപ്പൻ അങ്ങനെ ബലം പിടിച്ച് കട്ടിലിൽ കിടന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്കും അപ്പൻ്റെ അസ്വസ്ഥത വർദ്ധിച്ചു. അപ്പൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മകൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പൻ മകൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അപ്പൻ കണ്ടത് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകിപ്പോയതിൻ്റെ നനവ് അവൻ്റെ മുഖത്തുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പന് വലിയ വിഷമതയായി. അപ്പൻ ഉറങ്ങിക്കിടന്നിരുന്ന ആ കുട്ടിയുടെ മുഖത്ത് തെരുതരാന്ന് ഉമ്മ വയ്ക്കാൻ തുടങ്ങി. അപ്പൻ്റെ കണ്ണിലെ കണ്ണുനീര് അവൻ്റെ മുഖത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അവൻ്റെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീര് അപ്പൻ്റെ കണ്ണിലെ കണ്ണുനീര് കൊണ്ട് ഇല്ലാതായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവം നമ്മുടെ വേദനയെ എടുത്തു മാറ്റുന്നവൻ മാത്രമല്ല, നമ്മുടെ വേദനയിലേക്ക് ഇറങ്ങി വന്ന് വസിക്കുന്നവനാണ്. മനുഷ്യൻ്റെ വേദനയ്ക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അവൻ നിൻ്റെ വേദനയിൽ ഇറങ്ങി വസിക്കുന്നവനാണ്, നിൻ്റെ കൂടെയുള്ളവനാണ്. നമ്മുടെ രോഗത്തിലും വേദനയിലും എല്ലാം അവൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ട്. ഇതാ നമ്മുടെ വേദനയിൽ യേശുവിൻ്റെ സാന്നിധ്യം, നമ്മുടെ കണ്ണുനീരിൽ അവൻ്റെ സാന്നിധ്യം. ക്രിസ്തു നമ്മുടെ വേദനയ്ക്കകത്തോട്ട് ഇറങ്ങി വരുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാവിധത്തിലുള്ള കുറവുകളിലേക്കും അവൻ ഇറങ്ങി വരുന്നു. അവൻ നമ്മളിൽ വന്ന് വസിക്കുന്നു. നമ്മുടെ വേദനയ്ക്കകത്ത് ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് കൈയാനാവറെ പിടിച്ചുകൊണ്ട് ഈശോയുടെ സാന്നിധ്യം നമുക്ക് ഏറ്റുവാങ്ങാം. അവൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. അവൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. അവൻ്റെ സാന്നിധ്യം നമ്മളിൽ വസിക്കട്ടെ. നമ്മുടെ നൊമ്പരങ്ങളിലും വേദനകളിലും എല്ലാം ഈശോ ഉണ്ട്. അവരൊരിക്കലും നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 അങ്ങ് എനിക്ക് മതിയായവരാണ്. ഞാൻ അങ്ങേ ഏറ്റു പറയുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എൻ്റെ ഉള്ളം നിറയട്ടെ. അങ്ങയുടെ സ്നേഹം കൊണ്ട് എൻ്റെ ഉള്ളം നിറയട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ഒരു നിമിഷം നമുക്ക് നിശബ്ദതയിൽ ഈശോയെ നമുക്ക് തിരഞ്ഞെടുക്കാം. അവിടത്തേക്കാണ് ഞാൻ എന്നെ തന്നെ നൽകുന്നത്. ഞാൻ എൻ്റെ ഈ സന്യാസ ജീവിതത്തിൽ ഈശോയെ തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. മറ്റെല്ലാം എനിക്ക് ചപ്പും ചവറും പോലെയാണ്. അവിടത്തേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. അതുകൊണ്ട് മറ്റ് യാതൊന്നും എൻ്റെ ജീവിതത്തെ ദുഃഖിപ്പിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെയും, ഒരു വ്യക്തി യേശുവിന് സ്വയം സമർപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമർപ്പിച്ച വ്യക്തിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു അല്ലാത്ത മറ്റ് എന്തിനെങ്കിലും സമർപ്പിച്ച വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ വ്യക്തിയിൽ ആശ്രയിക്കരുത്. യേശുവിന് സമർപ്പിക്കാത്ത വ്യക്തിയിൽ ഒരാൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകാൻ കാരണം യേശുവിൽ ആശ്രയിക്കാത്തവരിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിൽ ആശ്രയിക്കാത്ത ഒരു വ്യക്തിയിൽ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തി ആശ്രയിച്ചിരിക്കുന്നത് ചിലപ്പോൾ വില കുറഞ്ഞ ചില നേട്ടങ്ങൾക്കായിരിക്കും. അങ്ങനെ ഉള്ള ഒരാശ്രയത്തിൽ കഴിയുന്ന ഒരാളിൽ നമ്മൾ ആശ്രയിച്ചാലോ അയാളിലുള്ള അസ്വസ്ഥതകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും. ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ചില വ്യക്തികൾ അവർ പൂർണ്ണമായി യേശുവിൽ ആശ്രയിക്കുന്ന വ്യക്തികളാകണമെന്ന് നിർബന്ധമില്ല. അവർ വേറെ പലതിലും ചിലപ്പോൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നവർ കാണും. ചിലപ്പോൾ ജോലിക്കായിരിക്കും, ചിലപ്പോൾ സാമ്പത്തികമായ ചില നേട്ടങ്ങൾക്കായിരിക്കും, ചിലപ്പോൾ പേരിനും പെരുമയ്ക്കുമായിരിക്കും. അങ്ങനെയുള്ള ആളുകളിൽ നീ ആശ്രയിച്ചാൽ നിനക്ക് അവരും ദുഃഖമായിരിക്കും ഉണ്ടാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അവരിൽ ആശ്രയിക്കരുത്. നമ്മുടെ ആശ്രയം യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ നീ ആശ്രയിക്കുമ്പോൾ നീ ശക്തി പ്രാപിക്കും. കഴുകനെ പോലെ നീ ചെറുകടിച്ചു വരും. ഓടിയാലും തളരുകയില്ല, നടന്നാലും ക്ഷീണിക്കുകയില്ല. നമ്മൾ ആരിലാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന ചോദ്യം നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുക. എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? നീ ദൈവത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത് എങ്കിൽ ലോകത്തിലുള്ള യാതൊന്നിനും നിൻ്റെ ഉള്ളിലെ സന്തോഷത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിൻ്റെ ഉള്ളിലെ സന്തോഷം, സമാധാനം വേറെ ആർക്കും മോഷ്ടിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ഉള്ളിലെ സന്തോഷവും സമാധാനവും ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? കമ്മ്യൂണിറ്റിയിലെ ഏതെങ്കിലും വ്യക്തികളിലേക്ക് നോക്കിയിട്ട് ഈ വ്യക്തി കാരണം എനിക്കൊരു സമാധാനം ഇല്ല എന്ന് നീ പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയല്ല. നീ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരോട് പറയാം, നിങ്ങൾ ഏത് സ്വഭാവത്തിൽപ്പെട്ട വ്യക്തിയായാലും നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും പ്രവർത്തിച്ചാലും എൻ്റെ ഉള്ളിലെ സമാധാനം നിനക്ക് മോഷ്ടിക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയ. കാരണം ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കൊണ്ട് വെല്ലുവിളിക്കുക. ചുറ്റുപാടുകളിൽ നടക്കുന്ന ഏതൊരു സംഭവത്തോട് നമുക്ക് പറയാൻ കഴിയും, നിങ്ങൾക്ക് എൻ്റെ ഉള്ളിലെ സന്തോഷവും സമാധാനവും മോഷ്ടിക്കുവാൻ സാധ്യമല്ല, എൻ്റെ ഉള്ളിലെ സമാധാനത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ അവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നീ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ശാന്തമാക്കാൻ കഴിയും. നമ്മുടെ മനസ്സിനെ സമാധാനത്തിൽ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ മനസ്സ് സമാധാനത്തിൽ അല്ലെങ്കിൽ അതൊരു സൈനാണ്. എന്ത് സൈൻ? ദൈവമല്ലാത്ത വേറെ എന്തോ ഒന്നിലാണ് നീ ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നീ ദൈവത്തിൽ ആശ്രയിച്ച് നിന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും ഉള്ളതായി നീ സൂക്ഷിച്ചാൽ ആ വ്യക്തിയെയാണ് ദൈവം തൻ്റെ കൈകളിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആ വ്യക്തിയെ കയ്യിലെടുത്ത് ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മളെ കയ്യിലെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സമാധാനവും ശാന്തിയും എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി എടുക്കുമെന്ന് പറഞ്ഞു, എന്നെ പള്ളിയിലെ ഇന്ന ഭക്തസംഘടനയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നു, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരി വന്നിട്ട് പറഞ്ഞു, ഞാൻ രാജിവെച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനാന്ന് ചോദിച്ചു. അയ്യോ, ഇങ്ങനൊരു കുലുമാലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാ പറ്റി? പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തപ്പം എല്ലാവരും പൊക്കി പറഞ്ഞു. അത് കഴിഞ്ഞ് 2 മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിന് പലരും പല ചീത്തയും പറഞ്ഞു. തന്നെ കാര്യം. പ്രൈസ് ദി ലോർഡ്. അതോടെ ആളവിടെ ഇട്ടിട്ട് പൊക്കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കാത്ത വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വിളി ആ വ്യക്തിക്കുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചത്? തെറി കേട്ടപ്പോൾ ഇട്ടിട്ട് പൊക്കളഞ്ഞു. ഹല്ലേലൂയ. കാരണം എന്താ? ആ വ്യക്തി ആശ്രയിച്ചിരിക്കുന്നത് മറ്റുള്ളവരിലാണ്, ദൈവത്തിലല്ല ആശ്രയിച്ചിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയുടെ ഉള്ളിലെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുകയില്ല. ഹല്ലേലൂയ. എൻ്റെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ എന്തെല്ലാം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യട്ടെ, ഞാൻ കുലുങ്ങുകയില്ല. സങ്കീർത്തനം 125:1 പറയുന്നുണ്ടല്ലോ, അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. നീ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക എന്നത് ഒരു സൈനാണ്. നമ്മുടെ ഉള്ളിലെ സമാധാനം നിലനിർത്തുക, നമ്മുടെ ഉള്ളിലെ സ്വസ്ഥത നിലനിർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലെ സ്വസ്ഥത നാം നിലനിർത്തുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിലല്ല ആശ്രയിക്കുന്നത് എന്നാണ് എൻ്റെ തെളിവ്. ദൈവത്തിലല്ല നീ ആശ്രയിക്കുന്നത് എങ്കിൽ നിൻ്റെ ഉള്ളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ദുഃഖവും നിരാശയും എരച്ചു കയറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തിൽ മാത്രം ശരണപ്പെടുന്നവനാണ്. എൻ്റെ സഹായവും എല്ലാം ദൈവത്തിൽ, ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. ഞാൻ കർത്താവിലാണ് ശരണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളോടും നമുക്ക് പറയാൻ കഴിയും, രോഗമേ, കളിയാക്കലുകളെ, പരാജയങ്ങളെ, മറ്റ് അബദ്ധങ്ങളെ, വിഡ്ഢിത്തരങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ ഉള്ളിലെ സമാധാനവും സന്തോഷവും നശിപ്പിക്കുവാൻ സാധ്യമല്ല. കാരണം ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയുടെ പെട്ടകം പോലെയാണ്. ഹല്ലേലൂയ. വലിയൊരു സുരക്ഷിതത്വം ഈ ആശ്രയം നമുക്ക് തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടകം ഒഴി നടക്കുന്ന വെള്ളത്തിന് മുകളിലാണ്. ഇതാ പെട്ടകത്തിന് വെളിയിൽ വലിയ പേമാരിയും ഇടിമിന്നലും വെള്ളപ്പൊക്കവും മരണവും കരച്ചിലും ഇതാ നാശവും തകർച്ചയും ഒഴുക്കും ഞുഴിയും എല്ലാമുണ്ട്. എന്നാൽ പെട്ടകത്തിൻ്റെ ഉള്ള് ശാന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ദൈവിക സംരക്ഷണത്തിൻ്റെ ഉള്ളിലാണ് നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൈ ഉയർത്തി പിടിച്ചോണ്ട്, ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും.
കർത്താവേ, അങ്ങ് സ്നേഹിക്കുന്നു. അങ്ങേക്ക് എന്നോടുള്ള ബന്ധം അങ്ങ് ഒരിക്കലും പൊട്ടിക്കുന്നില്ല. ഞാനിത് വിശ്വസിക്കുന്നു, ഞാനിത് ഏറ്റുപറയുന്നു. എൻ്റെ ശരീരം എന്നോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ എൻ്റെ യേശു എന്നോട് ചേർന്നിരിക്കുന്നു. യേശുവേ, 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 സ്തോത്രം, നന്ദി. കാരുണ്യവാനായ കർത്താവേ, സ്നേഹമുള്ള ഈശോയെയും ഏതൊരു വിധത്തിലുള്ള സ്വകാര്യ ദുഃഖങ്ങളോ അസ്വസ്ഥതകളോ ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലും വ്യക്തികളിലുണ്ടെങ്കിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ അസ്വസ്ഥതകളെല്ലാം നീങ്ങിപ്പോകട്ടെ. ഹൃദയത്തിലിരിക്കുന്ന ഈശോയിൽ ആനന്ദിക്കുവാൻ, ഈശോ എനിക്ക് മതിയായവനാണ് എന്ന് പറയുവാൻ, എല്ലാ കാര്യത്തിലും ഈശോയെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അഭിഷേകം ലഭിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.